കോൺഗ്രസ്സാണ് പാർട്ടി. സമവായത്തിൻ്റെ ഭാഗമായിട്ട് ആ പാർട്ടി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഉണ്ടാക്കുന്ന ഈ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് എന്തുമാത്രം പിന്തുണ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നോക്കൂ. കോൺഗ്രസിനകത്ത് അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം സതീശൻ ഒറ്റയ്ക്കോ സതീശൻ്റെ കൂടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ സമ്മർദ്ദമല്ല, അതിന്മേൽ പ്രവർത്തിച്ചത് ജനങ്ങളുടെ താല്പര്യം എന്ന സംഗതിയാണ്. ജനങ്ങളാകെ തന്നെയും ഇറങ്ങിയെന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് സതീശൻ ജയിക്കാനും സതീശൻ മുഖ്യമന്ത്രിയാകാനുമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പൊതുജന വികാരത്തിൻ്റെ ഒരു സിമ്പതിയുടെ ഒരു ആവേശത്തിൻ്റെ പിന്തുണ സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് ഞാനൊരു സീനിയർ ലീഡറാണ്, ആ സീനിയർ ലീഡറായി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പരിഗണന കിട്ടണമെന്ന് പറയുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളും തമ്മിൽ മാത്രമുള്ള എൻഗേജ്മെൻ്റാണ്. ജനത്തിനകത്ത് യാതൊരു റോളുമില്ല, ആൻഡ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡുമാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ, ഞാൻ രമേശ് ചെന്നിത്തല ഒട്ടും കുറച്ച് കാണുന്നില്ല, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും അവൈലബിൾ സീനിയർ ആയിട്ടുള്ള ആളാണ്. അതൊക്കെ അവിടെ ഇരിക്കെ തന്നെ രമേശ് ചെന്നിത്തലയെ ഈ സർക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിൽ UDFന് വോട്ട് ചെയ്ത ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഒരു അജണ്ടയല്ല, അവരുടെ താല്പര്യ വിഷയമല്ല, അവരതിനകത്ത് ഇടപെടാനും പോകുന്നില്ല. അപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. രമേശ് ചെന്നിത്തല ഇതിന് മുൻപും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പരാജയമായിരുന്നു ഞാൻ പറയില്ല, എന്നാൽ ഒരുപാട് വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ UDF സർക്കാരിനെ കുറിച്ച് അതിന് വോട്ട് ചെയ്തിരിക്കുന്ന ജനങ്ങളും അല്ലെങ്കിൽ ആ സർക്കാരിനെ ഉണ്ടാക്കാൻ പണിയെടുത്ത UDFൻ്റെ അണികളും ആഗ്രഹിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ സർക്കാർ എന്തായിരിക്കണം, ഈ സർക്കാരിൻ്റെ പോളിസി എന്തായിരിക്കണം, ഈ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പൂഴ്ത്തിവെക്കപ്പെട്ട ഏതൊക്കെ കേസുകൾ തിരിച്ചെടുക്കണം. ഈ കാര്യത്തിലൊക്കെ UDFകാർക്ക് ചില ആശയാഭിലാഷങ്ങളുണ്ട്. ആ ആശയാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് ഇതിന് മുൻപുണ്ടായിരുന്ന UDF സർക്കാരിനെ പോലെ പ്രവർത്തിച്ചാൽ പോലെ അതിന് അങ്ങേരത്തെ അഗ്രസീവ് മൈൻഡ് വേണം, നല്ല ഓർമ്മയുണ്ടാവണം. അതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ഞങ്ങൾ മറന്നുപോവില്ല. അത് പലതും പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത്തേത് പോലീസിനെ നന്നാക്കൽ. ഇത് രണ്ട് കാര്യത്തിലും, ഒന്ന് പോലീസിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ഒരു ടൂളായി പല ഘട്ടത്തിലും പ്രവർത്തിച്ചു എന്ന ആക്ഷേപമുള്ള പോലീസിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന അതിദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നിർവഹിക്കാൻ രമേശ് ചെന്നിത്തല എന്തുമാത്രം വിഷണറിയാണ് എന്ന ചോദ്യം UDFകാർക്ക് തന്നെയുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെച്ച പലതരം കേസുകളുണ്ടല്ലോ, പല താല്പര്യങ്ങൾക്ക് വേണ്ടി പൂഴ്ത്തിവെക്കുകയോ അട്ടിമറിക്കുകയോ ചെയ്ത ഇപ്പോൾ മരമുറി പോലെയുള്ള കേസുകളുണ്ട്. അത്തരം കേസുകളിലൊക്കെ അന്വേഷണം വേണമെന്നുള്ള ആഗ്രഹം UDFലെ ആളുകൾക്ക് മുഴുവനായും ഉണ്ട്. അത്തരം കേസുകൾക്കകത്ത് വളരെ അഗ്രസീവായിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന ആളാണോ രമേശ് ചെന്നിത്തല എന്ന ക്വസ്റ്റ്യനും ഈ പറയുന്ന UDFൻ്റെ സപ്പോർട്ട് ബേസിലുള്ള ആൾക്കാർക്കുണ്ട്. സോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് വന്നാൽ, അദ്ദേഹം അതല്ലാതെ വേറെ ഏത് വകുപ്പിലും വന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റും, വന്നാൽ അത് നിർവഹിക്കപ്പെടുമോ എന്നുള്ള ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തുന്ന ഈ സമ്മർദ്ദത്തിന് ഒരു ബഹുജന പിന്തുണയോ പാർട്ടിയിൽ ആകമാനമുള്ള മനുഷ്യരുടെ പിന്തുണയോ ഇല്ല. ബട്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ പൊതുവികാരം. ഇപ്പോൾ കെ മുരളീധരനൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമാകേണ്ടതുണ്ട്. അപ്പോൾ രമേശിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കൽ ഈസ് നോട്ട് പോസിബിൾ. അതൊരു നല്ല തുടക്കമായിരിക്കില്ല, അത് അങ്ങനെ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല. സോ രമേശ് ചെന്നിത്തലയും എനിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താൻ മുഖ്യമന്ത്രി ആവില്ല, ഈ റേസിലോ അവസാനത്തെ ഓട്ടത്തിലുള്ളത് സതീശനും KC വേണുഗോപാലും തന്നെയാണ്, താൻ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി വന്നേക്കുമെന്ന് അവസാനം അദ്ദേഹം ആശിച്ചു. ഇപ്പോൾ അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടാത്തത് കൊണ്ടല്ല, അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച പോർട്ട്ഫോളിയോ കിട്ടാനാണ്. അത് കൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ കൊടുത്തു കളയുന്നതാണ്.